ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കക്കയിറച്ചി ഡ്രൈ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതിനെന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങളെന്നും നമുക്ക് നോക്കാം. അതിനായി 1/2 കിലോ കക്കയിറച്ചി നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കട്ട് ചെയ്തതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കട്ട് ചെയ്തതും 2 പച്ചമുളകും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും അതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കക്കയിറച്ചിയിലേക്ക് എല്ലാ ഭാഗത്തേക്കും എത്തത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അല്പം പോലും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ കക്കയിറച്ചിയിൽ നിന്ന് തന്നെ ഇതിനാവശ്യമുള്ള വെള്ളം വന്നോളും. ഞാൻ അല്പം പോലും വെള്ളം ഒഴിച്ചിട്ടുണ്ടായില്ല. ഇതിൽ നിന്ന് തന്നെയാണ് ഈ വെള്ളം വന്നിട്ടുള്ളത്. അപ്പോൾ തീ വളരെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് വേകുകയും ചെയ്യും. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് അതൊന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് ഒരു 5 ഉണക്കമുളക് കട്ട് ചെയ്ത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 20 ചെറിയ ഉള്ളി കട്ട് ചെയ്തതും ഇനി കുറച്ച് തേങ്ങാക്കൊത്തും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി, നിർബന്ധമൊന്നും ഇടണം എന്ന്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇതെല്ലാം കട്ട് ചെയ്തതും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് വാടിക്കഴിയുമ്പോഴേക്കും 2 സവാള, മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ പൊടികളൊക്കെ ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇത് തുറന്ന് വെച്ച് തന്നെ വഴറ്റിയെടുത്താൽ മതി, മൂടി വയ്ക്കണ്ട. അപ്പോൾ ഇത് ഈ ഒരു കളറായി കഴിയുമ്പം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ്, അത് 1 ടേബിൾ സ്പൂൺ ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ ഇപ്പം ഞാൻ വളരെ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഒരു 1/4 ടേബിൾ സ്പൂണും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ആ ചെറു തീയിൽ കിടന്നിട്ട് അതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മൾ മൂടി വെച്ചിട്ടല്ല ഇത് വഴറ്റുന്നത്, അപ്പോൾ തന്നെ ഇത് പെട്ടെന്നൊന്ന് ഡ്രൈ ആയി കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേവിച്ചെടുത്തിട്ടുള്ള കക്കയിറച്ചി, ഇപ്പോൾ കക്കയിറച്ചിയുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നല്ല പാകത്തിന് കക്കയിറച്ചി വെന്തിട്ടുമുണ്ട്. ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഗ്രേവിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഈ സവാളയും ഈ മസാലകളിലൊക്കെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. തീ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം. നമ്മുടെ ആ മസാലയും എല്ലാം ഇതിലേക്ക് എല്ലാ കക്കയിറച്ചിയിലേക്ക് എത്തത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി ഒരു 10 മിനിറ്റോളം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ നല്ല ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിലേക്ക് മസാല എല്ലാം പിടിച്ചിട്ടുണ്ടാവും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് ഇതൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കക്കയിറച്ചി ഡ്രൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കക്കയിറച്ചി റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.